ഹലോ, എല്ലാവർക്കും ശ്രേയാസ് വേലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ചേച്ചി ഇച്ചിരി വെളുത്തു പോയെന്ന് ഞാൻ പക്ഷെ നിങ്ങൾ കൈ ചെയ്ത് നോക്ക് മനസ്സിലായിക്കോളും. ഞാൻ വെളുത്തതല്ല, പുട്ടിയിട്ടതാണ്. പുട്ടി ഫുള്ളോട് അടിച്ചു വാരി വെച്ചിരിക്കുകയാണ്, അല്ലാണ്ട് എന്റെ വെളുത്തൊന്നുമല്ല. എന്തൊക്കെയാലും തെറ്റിയടിച്ച് കാര്യമായി. എന്തൊക്കെയായാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഫസ്റ്റത്തെ തന്നെ നിങ്ങൾ കണ്ടു കാണും എന്റെ ഡാൻസ്. അതിൻ്റെ അകത്ത് എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് കമന്റ് പറയാം. കാരണം അതിൻ്റെ എല്ലാവരുടെയും ഒരു ഡ്രസ്സ് കോംബോ ആണ്, നമുക്ക് കണ്ടുപിടിക്കുക ഇച്ചിരി പാടായിരിക്കും. എന്നാലും സാരമില്ല. ഒരു എല്ലാവരും എന്നെ നല്ല കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ചിരിച്ചു ചെയ്തു, അതെല്ലാം എന്നെ പറഞ്ഞു. എല്ലാവരും അവസാനം ആയപ്പോഴേക്കും ഇങ്ങനെ കൈ അടിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെയും കൂടെ ബാക്കിയുള്ള പിള്ളേർ ഇങ്ങനെ നടന്നു വരും, ഞാൻ ഇങ്ങനെയും കൂടെ വെച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോഴേ എല്ലാവരും പയ്യെ വന്നിട്ടല്ല, നമ്മൾ എന്നോട് ചെല്ലുന്ന സംസാരിക്കുമ്പോഴേക്കും ഇതിന് ഡാൻസ് കൊള്ളായിരുന്നു, അങ്ങനെ പറഞ്ഞു പോയായിരുന്നു. ശരി താങ്ക് യു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കൊള്ളാതെ നിങ്ങളെ കണ്ടിട്ട് അത് പെട്ടെന്ന് കയറുന്ന പോലെ ഇങ്ങനെ ഫസ്റ്റ് പെട്ടെന്ന് പോയി, അങ്ങനെയായിരുന്നു പെട്ടെന്ന് പോയത്. അല്ലെങ്കിൽ കുറേ ലോങ് പാട്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഡാൻസ് എല്ലാം കൂടെ തലയിൽ ഓർത്ത് വെക്കണ്ടേ. അതുകൊണ്ട് നമുക്കൊരു കുറേ ലോങ് പാട്ട് പറ്റില്ല. അതുകൊണ്ട് 3ഉം 4ഉം ഒക്കെ ആകുമ്പോഴേക്കും ഞാനൊരു ഇതാവാം, വലിയ സോങ് ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാൻസ് ആയിരുന്നു, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്കിത് മേക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അടുത്ത് പറയാണ്, എടി ഞാൻ ആലോചിക്കായിരുന്നു ഇതേപോലുള്ള ഒരു സ്കിൻ, ഇതേപോലെ തുണി ചുമന്നിരിക്കുന്ന ആർക്കെങ്കിലും കിട്ടുമായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു എന്നല്ലേ. പുട്ടി ഒന്നും അടിക്കണം, അല്ലെങ്കിൽ പിന്നെ പുട്ടി അടിച്ചോണ്ട് നമ്മൾ ചെയ്തിട്ടില്ലേ. പുട്ടി ആദ്യം മോള് മേക്കപ്പ് ചെയ്താ പൊയ്ക്കോ. അയ്യോ ഞാൻ മേക്കപ്പ് ചെയ്തില്ലെന്ന് പറയുമ്പോഴേക്കും അയ്യോ എന്ന് പറയാനുള്ള നമുക്കൊരു ഇതാവും. എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ വന്നപ്പോൾ ഇത് അയ്യോ ഒന്ന് മോളെന്ത്, എൻ്റെ അച്ഛനാണെങ്കിൽ ആദ്യമായെന്ന് പറയാം. അച്ഛൻ പറഞ്ഞു എടി കൊച്ചെന്ത്, എൻ്റെ കൊച്ചെന്ത് എന്നായിരുന്നു ചോദിച്ചത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് കാണുമ്പോൾ നമ്മളെല്ലാവരും ഒരേ മേക്കപ്പ്, ഒരേ പുട്ടി, ഒരേ മുഖം അങ്ങനെ വന്നുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഏറ്റവും ഇവിടെ സൈഡിലായിട്ട് കുഞ്ഞിത് ഇരുന്നില്ലേ, അത് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഡാൻസ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു. ഇനിയും എല്ലാവരും അവർ പിന്നെയും പറഞ്ഞു നല്ല രസമുണ്ട്. ഇത് ഞാൻ ഫസ്റ്റത്തെ ടൈമിലാണ് വേണം ഇത് ഞാൻ ഫസ്റ്റത്തെ ടൈമിലാണ് BMM സ്കൂൾ അത് ഫസ്റ്റത്തെ സ്റ്റേജിൽ കയറുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള സെക്കൻഡും തേർഡും ഒക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പം അതുകൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഓഡിയൻസിനെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കളിക്കുന്നത്. പക്ഷെ ക്രോസസിൻ്റെ സ്കൂളിൽ ഞാൻ കുറേ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവിടുത്തെ എല്ലാവരും അറിയാം, എല്ലാവരും എനിക്ക് പ്രോത്സാഹനമൊക്കെ തരണ്ടായി, അവിടുത്തെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടുത്തെ ആർക്കും അങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന എന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ വീഡിയോ കിടക്കുന്ന എന്താണെന്നോ ആർക്കും അതൊന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരങ്ങനെ അറിയാത്തതുകൊണ്ട് അവരെന്നെ അങ്ങനെ നിർത്തിയതാണ്. അല്ലെങ്കിൽ അവരിപ്പോൾ എല്ലാവർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞാൽ ഉറപ്പാണ്. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. എനിക്കാണെങ്കിൽ അത് പാവമായിട്ട് ഞാൻ ഫുള്ളും കറക്കമായിരുന്നു. അത് ഡ്രസ്സ് ഇടാൻ ഞാൻ ചേച്ചി 5 സെക്കൻഡ് ചേച്ചി ബനിയാൻ പിടിക്കും, പക്ഷെ എനിക്ക് ഇത് പാവാട 5 ഇട്ടിടണം ചേച്ചി ഇട്ടോന്ന് പറഞ്ഞു. ഞാൻ പയ്യെ ഇങ്ങനെ കറങ്ങുന്നത് നല്ല ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഡാൻസ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു റെഡ് ഹാർട്ട് ഇങ്ങനെ അയച്ചേക്കാം എനിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ പിന്നെ ചെയ്യാമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങ് പറയും. എല്ലാവരും നല്ല നല്ല കമൻസും നല്ല ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ചെയ്ത് നല്ല രസമുണ്ട്. ഇനി ഒരു സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ എന്നെ വിളിക്കുന്നില്ല, നാളെ സാറിൽ എന്നെ ഇനി വിളിച്ചാൽ മതി. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഇനി എന്നെ വിളിച്ച് ചേച്ചി കൊള്ളാം, നല്ല മോളാണ്, അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇത് വേണം. ഡാൻസ് ടീച്ചർ ആണെങ്കിൽ നമ്മുടെ സ്റ്റേജിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു, നിന്നിട്ടാണെങ്കിൽ പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല മിസ്സിനെ. പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ചു. മിസ് കളിച്ചോ നിങ്ങൾ കളിച്ചോന്നായിരുന്നു പറഞ്ഞത്. തെറ്റാന്നുള്ള മിസ് എല്ലാവരും കൂടെ പയ്യെ മിസ്സിനെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും മനസ്സിലായി മിസ്സിന് തെറ്റ് വന്നു,
കളിച്ചു മിസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പം എനിക്കൊരു ഇതായി, ഓക്കെ ഇനി കളിക്കാൻ സ്ഥലമില്ല, അത് പോട്ടേന്ന് കരുതി. പക്ഷെ പേരൻസിന് ആർക്കും ഒന്നും അറിയത്തില്ലല്ലോ എങ്ങനെ ഇത് ഇരിക്കുന്നത്, 2 വട്ടം കറക്കം കാണുമെന്ന് അവരുടെ മനസ്സിൽ. പക്ഷെ ഞാൻ പറഞ്ഞു, അയ്യോ ഇതായിരുന്നോ, ഇങ്ങനെ 2 വർഷമല്ല കളിക്കേണ്ടത്, 1 വർഷം കളിക്കണ്ടേ, ഞാൻ സാരമില്ലെന്ന് പറഞ്ഞു. അതെന്തോ പോവാൻ 2 വർഷം കളിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ കയറി, എനിക്ക് വലിയ സന്തോഷമായി. എത്രയേ ഉള്ളൂ. ജിമിക്കി 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 പൊന്ന്, മിനുക്കി 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 കണ്ണ്, ഏഞ്ചൽ അരകാട്ടു അത്തുനിന്ന് ഏഞ്ചൽ അരകാട്ടു. ഫസ്റ്റത്തെ ഊണ് അങ്ങനെയായിരുന്നു അത് വരുന്നത്. ഇങ്ങനെ ആയിരുന്നു വരുന്നതും. അതങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത് ഒരു എനിക്കറിയാവുന്ന സ്റ്റെപ്പൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നെ. ഇത് മാത്രമല്ല, കുറെ സ്റ്റെപ്പ് ഉണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടു കാണും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഡാൻസിനെ കുറിച്ചും.